എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്ക് ഏവർക്കും അറിയാം. ഹനുമാൻ ജയന്തി. ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ പരമഭക്തനായിരുന്നു ഹനുമാൻ സ്വാമികൾ. യഥാർത്ഥത്തിൽ ഇന്ന് നാം ജീവിതത്തിൽ മാതൃകയാക്കേണ്ട ഒരു വ്യക്തിയാണ് ഹനുമാൻ സ്വാമികൾ. ഇന്ന് നമുക്ക് എന്തെല്ലാം കുറവുകളുണ്ടോ ആ കുറവുകളെ മാത്രം നാം പ്രദർശിപ്പിച്ച് നമുക്കൊന്നും സാധ്യമല്ല എന്ന് വിഷമിച്ചിരിക്കുന്ന കാലഘട്ടമാണ് നമ്മുടെ ഓരോരുത്തരുടേതും. എന്നാൽ ആ കുറവുകളെയൊക്കെ അതിക്രമിക്കുവാനും അതിലുപരി എനിക്ക് കുറവുകളൊന്നുമില്ല എന്ന് മനസ്സിലാക്കി എൻ്റെ ഉള്ളിലുള്ള സകല അറിവിനെയും സകല കഴിവിനെയും പുറത്തെടുത്ത് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അങ്ങനെയുള്ള തനിക്കുണ്ടായിരുന്ന എല്ലാ കഴിവുകളെയും ഉള്ളിൽ അടക്കി വെച്ചുകൊണ്ടിരുന്ന ഹനുമാൻ സ്വാമി ഒരു ഗുരുവിൻ്റെ നിർദ്ദേശത്താൽ തനിക്കിതെല്ലാം സാധ്യമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശ്രീരാമ കാര്യാർത്ഥം സീതാദേവി അന്വേഷിച്ച് രാവണൻ്റെ അടുക്കിലേക്ക് പോയ ലങ്കാ നഗരത്തിലേക്ക് പോയ ഹനുമാനെ പറ്റിയിട്ട് നമുക്ക് ഏവർക്കും അറിയാം. കേവലം ഒരു കഥയായി നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു കെട്ടുകഥയെന്ന് വിശ്വസിക്കുന്ന രാമായണം. എന്നാൽ ഈ രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ തന്നെ കെട്ടുകഥകളല്ല. അതൊക്കെ നാം പഠിക്കേണ്ട അല്ലെങ്കിൽ നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ജീവിത അനുഭവങ്ങളാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഹനുമാൻ സ്വാമിയിലൂടെയും നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത് ഇതുതന്നെയാണ്. നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ ഉണർത്തിയെടുക്കുകയും അതിന് ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട് കഠിനമായിട്ടുള്ള പരിശ്രമം ചെയ്യുകയും ആവശ്യമാണ്. നമ്മുടെ ജീവിതമാകുമ്പോൾ ആ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും. നെഗറ്റീവായാലും പോസിറ്റീവായാലും രണ്ട് രീതിയിലുള്ള പ്രലോഭനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായേക്കാം. എന്നാൽ ആ പ്രലോഭനങ്ങളിൽ ഒന്നും തന്നെ വീഴാതെ നമ്മുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്ന് ഹനുമാൻ സ്വാമി നമ്മളെ പഠിപ്പിച്ചു തരുന്നു. സീതാന്വേഷണത്തിന് വേണ്ടിയിട്ട് ലങ്കയിലേക്ക് പോകുന്ന ഹനുമാൻ സ്വാമിയെ കാത്തിരുന്നത് പല രീതിയിലുള്ള പ്രലോഭനങ്ങളാണ്. നാം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, അത് നെഗറ്റീവായിട്ട് ഹനുമാൻ സ്വാമിയെ പിടിച്ചു വിഴുങ്ങുവാനും അല്ലെങ്കിൽ വധിക്കുവാൻ വേണ്ടി നിൽക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു. എന്നാൽ ഹനുമാൻ സ്വാമിക്ക് ഇരിക്കുവാൻ റെസ്റ്റ് എടുക്കുവാൻ വേണ്ടിയിട്ട് ഉയർന്നു വന്ന മൈനാക പർവ്വതം സഹിതമുണ്ടായിരുന്നു. ഇത് രണ്ടും ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും പ്രലോഭനങ്ങൾ രണ്ട് രീതിയിലുണ്ട്, നെഗറ്റീവും പോസിറ്റീവും എന്ന്. ഒന്ന് തങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടും ഒന്ന് തങ്ങളെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഇരുന്ന് അല്പം റെസ്റ്റൊക്കെ എടുത്തിട്ട് നമുക്ക് വീണ്ടും യാത്ര തുടരാം എന്നുള്ള രീതിയിലുള്ള പ്രലോഭനവും ഹനുമാൻ സ്വാമിക്ക് നേരിടേണ്ടി വന്നു. എന്നാൽ ഈ രണ്ട് പ്രലോഭനങ്ങളിലും വീഴാതെ ഹനുമാൻ സ്വാമി തൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പ്രലോഭനങ്ങളിലൊന്നും വീഴാതെ ലക്ഷ്യം മാത്രം മുൻനിർത്തി, ലക്ഷ്യം മാത്രമേ ഹനുമാൻ സ്വാമിക്ക് മുന്നിലുണ്ടായിരുന്നുള്ളൂ. ആ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു ലക്ഷ്യമുണ്ടാകണം. ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ വിവിധ രീതിയിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകും. നന്മയുടെ രീതിയിലും തിന്മയുടെ രീതിയിലും അതിനെയൊക്കെ തന്നെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ട് നാം നമ്മുടെ ലക്ഷ്യത്തെ പ്രാപിക്കുക. അങ്ങനെ പ്രാപിച്ചു വരുന്ന ഹനുമാൻ സ്വാമിക്ക് സീതാന്വേഷണം കഴിഞ്ഞ് സീതാദേവി ഇന്നയിടത്തുണ്ട് എന്ന് മനസ്സിലാക്കി തിരികെ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അടുക്കിലേക്ക് വരുന്ന ഹനുമാൻ സ്വാമിയെ ശ്രീരാമചന്ദ്ര പ്രഭു ഹനുമാൻ സ്വാമി കഥയൊക്കെ വിവരിച്ച ശേഷം ശ്രീരാമചന്ദ്ര പ്രഭു ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താണ് എൻ്റെ പരമഭക്തന് ഞാൻ നൽകേണ്ടത്? അവൻ എന്ത് കൊടുത്താലും മതിയാകില്ല എന്ന് ധരിച്ചിട്ട് താൻ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഒന്ന് വാരിപ്പുണരുകയാണ് ചെയ്തത്. ആ ഭഗവാന്റെ വാരിപ്പുണരലാണ് ഹനുമാൻ സ്വാമിക്ക് ലഭിച്ചത്. അതായത് ഭഗവാനോട് ചേർത്ത് നിൽക്കുകയാണ് ചെയ്തത്. ഇത് തന്നെയാണ് ഭഗവത്ഗീതയിലെ കർമ്മയോഗത്തിലൂടെയും പറയുന്നത്. നാം ചെയ്യേണ്ടത് കർമ്മമാണ്. ആ കർമ്മം യഥാവണ്ണം നാം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ ഈശ്വരൻ്റെ സ്നേഹത്തിന് പാത്രീഭൂതരാകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അതുകൊണ്ട്
രാമായണത്തിലെ ഹനുമാൻ സ്വാമിയും നമ്മെ പഠിപ്പിക്കുന്നത് എന്താണോ നമ്മുടെ കർമ്മം, എന്താണോ നമ്മുടെ ധർമ്മം, അത് ശരിയാവണ്ണം ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുക എന്നാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി. എല്ലാവർക്കും ആഞ്ജനേയ ജയന്തി ആശംസകൾ.